കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25 മുതൽ 28 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരുമിച്ച് ഉച്ചത്തിൽ വായിക്കണേ. ഇത് ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാനിനി സദൃശമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഒരാളുടെ ആത്മീയ കണ്ണുകൾ, സ്പിരിച്വൽ ഐസ് ഓപ്പൺ ചെയ്യപ്പെടുമ്പോഴാണ് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടാത്തവർക്ക് ഇത് മനസ്സിലാവുകയില്ല. എന്നാൽ ആത്മാവ് ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കി കൊടുത്തു. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പ്രാർത്ഥനയ്ക്ക് പിതാവ് ഉത്തരം നൽകുന്നതിനെക്കുറിച്ചും യേശു വീണ്ടും പറഞ്ഞു കൊടുത്തു. 28-ാം വാക്യത്തിൽ യേശുവിൻ്റെ മിഷൻ പറയുകയാണ്. 28-ാം വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. യേശുവിൻ്റെ ദൗത്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കണക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് നോക്കിയാൽ യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവ് വന്നതിനെക്കുറിച്ചുള്ള സ്ക്രിപ്റ്റേഴ്സാണ് ഞാൻ കണക്ട് ചെയ്തത്. അപ്പോൾ യോഹന്നാൻ 16:28 പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ യേശുവിൻ്റെ ദൗത്യമാണത്. ഫിലിപ്പിയർ 2:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും യേശുനാമം അതിശയനാമം, എനിക്കിമ്പ നാമം. യേശുനാമം അതിശയനാമം, എനിക്കിമ്പ നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്ന എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ
വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിന് അവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇനി ഞാൻ ഈ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഉത്തരം പറഞ്ഞതിനാൽ യേശുവിന് നല്ല അറിവുണ്ടെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ശിഷ്യന്മാരുടെ ഉള്ളിൽ എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ ആവശ്യമില്ല എന്നും ഞങ്ങൾ അറിയുന്നു എന്നവർ പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് ഉത്തരം പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ശിഷ്യന്മാരുടെ ചിന്തകളെക്കുറിച്ചുള്ള അറിവ് യേശുവിനുള്ളതിനാൽ യേശു ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നവർ കൂടുതൽ ശക്തമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ഇടയായി. 31 ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. അവർ വിശ്വസിക്കുന്നുവെന്നും അവർ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ശിഷ്യന്മാർ കരുതിയത്. എന്നാൽ ശിഷ്യന്മാരുടെ വിശ്വാസം, അതായത് അവർക്ക് വിശ്വാസമുണ്ടെന്നാണ് ശിഷ്യന്മാർ കരുതിയിരിക്കുന്നത്, എത്ര ബലഹീനമാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. മർക്കോസിൻ്റെ 14:27 പറഞ്ഞിരിക്കുന്നു, യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മർക്കോസ് 14:50 വായിക്കുമ്പോൾ അവിടെ കാണാം, ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അപ്പം ശിഷ്യന്മാർ തങ്ങളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ചില മണിക്കൂറുകൾക്കകം അവരെല്ലാം തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടിടയായി. എനിക്ക് നല്ല ഉറച്ച ക്രിസ്തുവിൽ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്, ഞാൻ പാറ പോലെ ഉറച്ച ക്രിസ്തീയ ജീവിതം നയിക്കുകയാണ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നാം, ചിലപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ വരാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്, പക്ഷേ അത് ശരിയായിരുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും പിന്മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹം എന്നെ വീണ്ടും തിരിച്ചു പിടിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കാനായിട്ട് ഇടയായിരിക്കുന്നത്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ആ പിന്മാറ്റം ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാം. പിന്മാറ്റത്തിൻ്റെ ഒരു സിംറ്റംസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, തുടർച്ചയായിട്ട് ചർച്ചിൽ വരുന്നവരായിരിക്കും, ഫെലോഷിപ്പിൽ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരായിരിക്കും. പതുക്കെ കൂട്ടായ്മകളിൽ നിന്ന് കുറവ് സംഭവിക്കും. മനസ്സിലായോ? പതുക്കെ കൂട്ടായ്മയിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങും. പതുക്കെ നമ്മളൊക്കെ സൺഡേ ആരാധനയൊക്കെ പതുക്കെ നമ്മളങ്ങ് ഒഴിവാക്കാനായിട്ട് തുടങ്ങും. മറ്റു പലതിനും നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ അങ്ങനെ പതുക്കെ നമ്മൾ ആ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയാകും. ചിലർ യേശു ക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുവാനായിട്ട് ഇടയാകും. ചിലർ വിശ്വാസത്തിലുണ്ടാവും, പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ ആയി പോകുവാനായിട്ട് ഇടയാവും. ഈ പിന്മാറ്റം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ശരിക്കും പിന്മാറിക്കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം.
33-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർക്ക് തന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് യേശുവിൻ്റെ യാത്രയെക്കുറിച്ചും ശിഷ്യന്മാർ നേരിടേണ്ടി വരുന്ന പരിശോധനകളെക്കുറിച്ചും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ സമാധാനത്തിനായി അന്വേഷിക്കേണ്ടതില്ല എന്ന് അവരോട് പറഞ്ഞു. അവരുടെ സമാധാനം അവനിൽ നിന്ന് മാത്രമാണ്. അപ്പം നമ്മുടെ സമാധാനം എവിടെയാണ്? നമ്മുടെ സമാധാനം ക്രിസ്തുവിലാണ്. നമ്മുടെ വിഷമതകൾ നമുക്ക് ലോകത്തിലുണ്ട്. എന്നാൽ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു ദൈവവൈതലിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ സാധ്യമല്ല. കാരണം എന്താ? ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ രാത്രി യേശു അത് പറയുന്ന രാത്രി യേശു അറസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് പോവുകയാണ്. അടുത്ത ദിവസം താൻ ക്രൂശിക്കപ്പെടും. എന്നാലും ലോകത്തിന് തന്നെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ലോകത്തെ താൻ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രോസ് എന്ന് പറയുന്നത്, കുരിശ് എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ അടയാളമല്ല. അത് സാത്താൻ്റെ മേലുള്ള വിജയത്തിൻ്റെ അടയാളമാണ്. ഒന്ന് പറഞ്ഞേ, കുരിശ് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ മേലുള്ള വിജയത്തിൻ്റെ അടയാളമാണ്. ഒന്ന് പറഞ്ഞേ, കുരിശ് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ മേലുള്ള വിജയത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പതറിപ്പോകരുത്, ധൈര്യപ്പെടണം. സാത്താൻ്റെ മേലും ഭയത്തിൻ്റെ മേലും സംശയത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ വിജയമുണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. റോമർ 8:37 പറയുന്നു, അതുകൊണ്ട് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. യോഹന്നാൻ 17:1-5 വരെ വായിക്കാം. യോഹന്നാൻ 17:1-5 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഈ അധ്യായം മുഴുവൻ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതിനെ ഹൈ പ്രീസ്ലി പ്രയർ എന്നാണ് പറയുന്നത്, മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് തിയോളജിയൻസ് പറയുന്നത്. ഈ അധ്യായത്തെ 3ആയിട്ട് തിരിച്ചാൽ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ യേശു തനിക്കായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഒന്ന് പറഞ്ഞേ, യേശു തനിക്കായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 19 വരെ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 17-20 മുതൽ 26 വരെ യേശു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ, യേശു വിശ്വാസികൾക്ക്. അപ്പോൾ യേശു തനിക്കായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു വിശ്വാസികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 17-ാം അധ്യായം മുഴുവൻ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ മരണത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നാണ്. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ദൈവം പുത്രനെ കുരിശിൽ മരിക്കുന്നതിന് അനുവദിച്ചതിലൂടെയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിലൂടെയും പുത്രനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. യേശു തൻ്റെ മരണത്തിലൂടെയും കുരിശിൽ സാത്താൻ്റെ മേൽ ജയം നേടിയതിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ക്രിസ്തുവിന് മഹത്വം വരുന്ന എന്തും ദൈവത്തിന് മഹത്വം വരുത്തും. പിതാവിന് മഹത്വം വരുന്നതിന് മാത്രമാണ് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പ്രാർത്ഥിച്ചത്. ഇതിൽ യേശു നമുക്കൊരു മാതൃക തന്നിട്ടുണ്ട്. നാം എന്തപേക്ഷിച്ചാലും അത് നമുക്കല്ല, ദൈവത്തിന് മഹത്വം ലഭിക്കുന്നതായിരിക്കണം. അവൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തും നമുക്ക് അപേക്ഷിക്കാം, അത് നമുക്ക് തരും. സകലരുടെ മേലും അധികാരം നൽകി ദൈവം ക്രിസ്തുവിനെ മുന്നമേ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. മത്തായി 28:18 ആദ്യത്തെ വാക്യം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
യോഹന്നാൻ 5:27 പറയുന്നു, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. അപ്പം ദൈവം തനിക്ക് നൽകിയ എല്ലാവർക്കും യേശു നിത്യജീവൻ നൽകേണ്ടതിനാണ് ഈ അധികാരം നൽകിയത്. അപ്പം ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഏതെങ്കിലും ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവനെന്ന് യേശു പറഞ്ഞില്ല. ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഏക സത്യ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയുന്നതും നിത്യജീവൻ ആകുന്നു. യേശു ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാനായിട്ട് കഴിയുകയില്ല. ഒരു പാട്ടുണ്ട്, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. എത്ര പേർക്കറിയാം പാട്ട്? അറിയാവോ? പാടി നോക്കിയേ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഒന്നുകൂടി പഠിക്കുകയും, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷാമാർഗമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷാമാർഗമുണ്ട്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യ ദൈവമുണ്ട്, ഏക രക്ഷിതാവുമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്. ഏക സത്യവേദമുണ്ട്, ഏക രക്ഷമാർഗമുണ്ട്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ദൈവം ഭൂമിയിൽ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ച സകല പ്രവൃത്തിയും യേശു പൂർത്തീകരിച്ചു. എന്നാൽ ദൈവം ഏൽപ്പിച്ച ഏറ്റവും വലിയ ജോലി കുരിശിന്മേൽ യാഗമായി തീർന്ന് സകലരെയും രക്ഷിക്കുകയായിരുന്നു. താൻ അടുത്ത ദിവസം ക്രൂശിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി തികച്ചു എന്ന പൂർണ്ണ ഉറപ്പോടെ യേശുവിന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞു. ആ പ്രവൃത്തിയാണ് കുരിശിന്മേലുള്ള മരണമാണ് ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകിയത്. 5-ാം വാക്യത്തിൽ ലോകമുണ്ടാകുന്നതിന് മുമ്പ് തനിക്കുണ്ടായിരുന്ന മഹത്വം തിരിച്ചു നൽകണമെന്ന് യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചു. താൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നുവെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുന്നു. തൻ്റെ ഉയർപ്പിന് 40 ദിവസം കഴിഞ്ഞ് ദൈവം യേശുവിനെ സ്വർഗത്തിലേക്ക് എടുത്തപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ഈ 17:1 മുതൽ 5 വരെ യേശു തനിക്കായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. 17:6 മുതൽ 19 വരെ യേശു ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? വെരി ഗുഡ്, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:6 മുതൽ 8 വരെ നമുക്ക് നോക്കാം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു.
നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പം യേശു പ്രാർത്ഥിച്ചു, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ശിഷ്യന്മാർക്ക് നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് വെളിപ്പെടുത്തിയത്? യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി. ഈ ശിഷ്യന്മാരെ ദൈവം ആദ്യം തിരഞ്ഞെടുത്തതാണ്. എഫേസർ 1:4 പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം അവർ ദൈവത്തിനുള്ളവരാകുന്നു, ദൈവം അവരെ യേശുവിന് നൽകി. യോഹന്നാൻ 6:37 പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അപ്പം ദൈവം അവരെ ലോകത്തിൽ നിന്നെടുത്തു, പിശാചിൻ്റെ കയ്യിൽ നിന്നെടുത്തു, യേശുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പോൾ യേശു ദൈവത്തിൽ നിന്ന് വന്നു എന്ന് ഒടുവിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി. നമ്മളെ യോഹന്നാൻ സുവിശേഷം 16:30 അത് മനസ്സിലാക്കിയതാണ്. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം യേശു പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവർത്തികളും ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ പ്രവർത്തികളുമാണെന്ന് അവരറിഞ്ഞു. അപ്പം യേശു ദൈവവചനം ശിഷ്യന്മാർക്ക് നൽകി, അവരത് സ്വീകരിച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് യേശു ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണെന്ന് വളരെ ഉറപ്പോടെ അവരറിയുകയും ദൈവം യേശുവിനെ ലോകരക്ഷിതാവായ മിശിഹായെ അയച്ചതാണെന്ന് ശിഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്തു. ഈ വാക്യങ്ങളിൽ, നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിൽ, ഒരാളൊരു ക്രിസ്ത്യാനിയായി തീർന്നതിൻ്റെ 3 പടികൾ, 3 സ്റ്റെപ്പുകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരാൾ ക്രിസ്ത്യാനിയായി തീരുന്നതിനുള്ള 3 സ്റ്റെപ്പ് ഇവിടെ കാണാം. ഒന്ന്, ഒരാൾ ദൈവവചനം തുറന്ന മനസ്സോടെ സ്വീകരിക്കണം. പറഞ്ഞേ, ദൈവവചനം തുറന്ന മനസ്സോടെ സ്വീകരിക്കണം. രണ്ടാമത്, യേശു ക്രിസ്തു ആരാണെന്ന് അറിയണം. പറഞ്ഞേ, യേശു ക്രിസ്തു ആരാണെന്ന് അറിയണം. യേശുവിനെ ദൈവപുത്രനായിട്ട് തിരിച്ചറിയണം. പറഞ്ഞേ, യേശുവിനെ ദൈവപുത്രനായിട്ട് തിരിച്ചറിയണം. മൂന്നാമത്, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. അങ്ങനെ വരുമ്പോൾ, അങ്ങനെയാണ് ഒരാൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതെങ്കിൽ അയാളുടെ വിശ്വാസം അന്ധവിശ്വാസമായിരിക്കില്ല. ക്രിസ്തുവിനെ ശരിക്കും രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചായിരിക്കും അങ്ങനെയുള്ളവർ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. 2 തിമോത്തിയോസ് 1:12 പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചും ഇരിക്കുന്നു. യോഹന്നാൻ 17:9-11 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകേണ്ട അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. 9-ാം വാക്യം, ഞാൻ ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞു. അവൻ അവർക്ക് വേണ്ടി, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് അപേക്ഷിക്കുന്നത്. അവരുടെ വചനത്താൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും അവൻ അപേക്ഷിച്ചു. യേശു ലോകത്തെ സ്നേഹിച്ചില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അപ്പം ലോകരക്ഷിതാവായിട്ടാണ് യേശു അയക്കപ്പെട്ടത്. ലോക മനുഷ്യർക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥന അവർ വിശ്വസിക്കണം എന്നുള്ളതാണ്. 1 തിമോത്തിയോസ് 2:4 പറയുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കാത്തവർക്ക് വേറൊരു ഹോപ്പില്ല. രക്ഷപ്പെടുവാനായിട്ട് വേറൊരു മാർഗമില്ല. 10-ാം വാക്യത്തിൽ എൻ്റേതെല്ലാം നിൻ്റേതാകുന്നു എന്ന് യേശു പറഞ്ഞു.
എല്ലാവർക്കും അത് പറയാൻ പറ്റും. നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഉടനെ യേശു പറഞ്ഞു, നിൻ്റേത് എൻ്റേതുമാകുന്നു. ഒരു സാധാരണ മനുഷ്യന് അത് പറയുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പുത്രന് മാത്രമേ അത് പറയുവാൻ കഴിയൂ. തൻ്റെ ശിഷ്യന്മാരിലൂടെ തനിക്ക് മഹത്വം വന്നുവെന്ന് യേശു പറയുന്നു. തൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ ഈ ശിഷ്യന്മാർ ചെയ്യുമെന്ന് യേശു അറിഞ്ഞിരുന്നു. ശിഷ്യന്മാർ ഈ ലോകത്തിൽ കഴിയേണ്ടവരാണ്. അതുകൊണ്ട് ദൈവം അവരെ കാത്തുകൊള്ളണം. വിഷമതകളിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചില്ല, തൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. അവർ ഒന്നായിരിക്കേണ്ടതിനാണ് ദൈവം സംരക്ഷണയിൽ ശിഷ്യന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. താൻ പോയി കഴിഞ്ഞാൽ സാത്താൻ ശിഷ്യന്മാരെ ആക്രമിക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, സാത്താൻ്റെ പ്രധാനപ്പെട്ട ആയുധം ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? മർക്കോസ് 3:25 ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് നിലനിൽക്കയില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവർ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പന തൻ്റെ ശിഷ്യന്മാർക്ക് യേശു നൽകിയത് അതുകൊണ്ടാണ്. ഈ വിധത്തിൽ മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ ഓവർകം ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ഐക്യം പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം പോലെ തന്നെയാണ്. ഈ ഐക്യം പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിലാണ് അടിസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ട് റോമർ 5:5 പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതേ, വിശ്വാസികൾ തമ്മിലുള്ള എല്ലാ ഐക്യവും പരിശുദ്ധാത്മാവിലൂടെ നമുക്കും നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക സ്നേഹത്തിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 17:12-15 വരെ നമുക്ക് വായിക്കാം. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ച് തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഈ ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് തൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ യേശു ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊണ്ടിരുന്നു. തനിക്ക് ദൈവം നൽകിയിട്ടുള്ള ശക്തിയും അധികാരവും നിമിത്തം യേശു അവരെ കാത്തുകൊണ്ടിരുന്നു. യോഹന്നാൻ 13:18 പറഞ്ഞിരിക്കുന്നു, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഒരു പഴയ നിയമ പ്രവചനമാണ്. അത് നിവർത്തിയാകേണ്ടതിന് വേണ്ടി മാത്രമാണ് യൂദ ആ ഗ്രൂപ്പിൽ നിന്ന് നഷ്ടമാകുവാനായിട്ടിടയായത്. യൂദ മാത്രമാണ് ആ ഗ്രൂപ്പിൽ നിന്ന് നഷ്ടമായത്. യൂദയുടെ ഒരു അനുഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. യേശുവിൻ്റെ കൂടെ ഒരുമിച്ച് നടന്നതാണ്. 12 ശിഷ്യന്മാരിൽ അല്ലേ, യേശുവിൻ്റെ കൂടെ നടന്നതാണ്. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യൂദ ക്രിസ്തുവിനുള്ളവനായിരുന്നില്ല. അതുപോലെ നമുക്ക് ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ടാവും, പാസ്പോർട്ടിൽ നമ്മുടെ പേരുണ്ടാവും, റേഷൻ കാർഡിൽ പേരുണ്ടാവും, ആധാർ കാർഡിൽ പേരുണ്ടാവും, എവിടെയൊക്കെ പേരുണ്ടാവും, വോട്ടേഴ്സ് കാർഡിൽ പേരുണ്ടാവും, ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരാൾ അതിൽ നിന്ന് മാറി. അതുകൊണ്ട് നമ്മളുടെ നടപ്പ് നല്ല ഉറപ്പിൽ തന്നെയാണോ വിശ്വാസ ജീവിതത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ വചനം യേശു ശിഷ്യന്മാർക്ക് നൽകി, ദൈവത്തിൻ്റെ മുഴുവൻ ഉപദേശവും നൽകി. ശിഷ്യന്മാർ ഈ ലോകത്തിനുള്ളവരല്ല, ഈ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്. അതിനാലാണ് ലോകം അവരെ പകയ്ക്കുന്നത്. യേശുവിനെ എല്ലാ കാലത്തും ആത്മാർത്ഥമായിട്ട് പിൻഗമിച്ചിട്ടുള്ള എല്ലാവർക്കും ലോകത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെ ഫോളോ ചെയ്തതിൻ്റെ പേരിൽ പലർക്കും ആ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തന മണ്ഡലം ഈ ലോകമാണ്. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിക്കാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ പരിശുദ്ധാത്മാ ശക്തിയിൽ പുറത്തേക്ക് വരുന്നത്. യേശുവിൻ്റെ പ്രധാന കരുതൽ ശിഷ്യർ ദുഷ്ടനിൽ നിന്ന്, സാത്താനിൽ നിന്ന്, ലോകത്തിൻ്റെ പ്രഭുവിൽ നിന്ന് കാത്തുകൊള്ളപ്പെടണം എന്നുള്ളതായിരുന്നു. 17:16-19 വരെ നമുക്ക് വായിക്കാം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു.
നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ദൈവത്തിൻ്റെ സർവീസിനായിട്ട് മാറ്റി നിർത്തുന്നതിനാണ് നമ്മൾ അങ്ങനെ ആ വേർഡ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇത് ദൈവവചനം മൂലമാണ് നടക്കുന്നത്. എല്ലാ വിശ്വാസികളും ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ സേവിക്കാനായിട്ട് യോഗ്യതയുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് നമ്മൾ ദൈവവചനം നമ്മൾ കേട്ടാൽ പോരാ, ദൈവവചനം നമ്മൾ അനുസരിക്കണം. അപ്പം ദൈവം യേശുവിനെ ലോകത്തിൽ അയച്ചതുപോലെ അവൻ നമ്മെയും അയക്കുകയാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ സാക്ഷിയായി വന്നതുപോലെ നാം ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചു, നമ്മൾ അന്യഭാഷ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ സഭയിൽ വരുന്നു. നമ്മൾ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ മൂവ് ചെയ്യാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായിട്ടാണ് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. 19-ാം വാക്യം, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ തന്നെ വിശുദ്ധീകരിച്ചു. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ മരണം മൂലം മനുഷ്യർ ദൈവദൃഷ്ടിയിൽ വിശുദ്ധിയുള്ളവരായിത്തീർന്നു. യേശു അവരുടെ പാപം തൻ്റെ മേൽ ചുമന്നു. അവർ നിർമ്മലീകരിക്കപ്പെട്ടു. അവരെ ദൈവവേലയ്ക്കായിട്ട് യേശു ഒരുക്കി. 17:20 മുതൽ 26 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഒരുമിച്ച് വായിച്ച്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:1 മുതൽ 5 വരെ യേശു തനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. 17:6 മുതൽ 19 വരെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 20 മുതൽ 26 വരെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ യേശു വിശ്വാസികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 11 ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചവരും ഇനി വിശ്വസിക്കുവാൻ പോകുന്നവരുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും പ്രധാനമായിട്ട് എന്തിനു വേണ്ടിയാണ് യേശു നമ്മെ പ്രാർത്ഥനയിൽ വഹിക്കുന്നത്? നാം ഒന്നായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാണ്? ഒന്നായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളും ഹൃദയത്തിലും മനസ്സിലും ഒന്നായിരിക്കണം. നമ്മൾ സ്നേഹത്തിൽ ഒന്നായിരിക്കണം. ക്രിസ്തുവിലും ദൈവത്തിലും നമ്മൾ ഒന്നായിരിക്കണം. ക്രിസ്തുവും ദൈവവും ഒന്നായിരിക്കുന്നത് പോലെ ഈ ഐക്യം, ഈ ഒരു ആത്മീയ ഐക്യമാകുന്ന പരിശുദ്ധാത്മാവിലാണ് ഇത് സാധിക്കുന്നത്. അടുത്തതായി നമ്മൾ ദൈവത്തിലും അവനിലും ആകേണ്ടതിന് യേശു പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തിലും ക്രിസ്തുവിലും ഒന്നായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് തമ്മിൽ ഐക്യമുണ്ടാവുകയുള്ളൂ. അപ്പം നാം ക്രിസ്തുവിലും ദൈവത്തിലും വസിക്കുന്നുവെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. മനസ്സിലായോ? നാം ക്രിസ്തുവിൻ്റെ പ്രവൃത്തി തുടരുകയാണെന്ന് നമ്മളെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. നാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ദൈവം വാസ്തവമായിട്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുവെന്ന് ജനം വിശ്വസിക്കുവാനായിട്ട് ഇടയാകും. ജനത്തിന് കാണുവാൻ ഏറ്റവും എളുപ്പമുള്ള 2 ഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? 2 ഫലങ്ങൾ, ജനത്തിന് കാണുവാൻ ഏറ്റവും എളുപ്പമുള്ള 2 ഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറ. സ്നേഹം, പിന്നെ സമാധാനം,
യൂണിറ്റി ആൻഡ് ലവ്, യൂണിറ്റി ആൻഡ് താഴ്മ, യൂണിറ്റി ആൻഡ് ഐക്യവും സ്നേഹവുമാണ്. നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് ഐക്യവും സ്നേഹവും, ക്രിസ്തു ശിഷ്യന്മാർ ഈ രണ്ട് ഫലം കാണിച്ചാൽ ദൈവമാണ് യേശുവിനെ അയച്ചതെന്ന് ലോകം വിശ്വസിക്കാനായിട്ടിടയാവും നമ്മുടെ ജീവിതത്തിലൂടെ. 23 തനിക്ക് പിതാവിൽ നിന്ന് ലഭിച്ച മഹത്വം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ഈ മഹത്വം ആത്മീക ജീവനും സ്നേഹവുമാണ്. താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായി തീരേണ്ടതിനാണ് യേശു തൻ്റെ മഹത്വം അവർക്ക് നൽകിയത്. 23-ാം വാക്യം 21-ാം വാക്യത്തിൻ്റെ ചിന്ത വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഐക്യം ലോകം കാണുമ്പോൾ ദൈവം ക്രിസ്തുവിനെ അയച്ചുവെന്ന് അവർ അറിയുകയും ദൈവം ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ നമ്മെയും സ്നേഹിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ സ്നേഹമുണ്ടെന്ന് ലോകത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ ഐക്യം ലോകത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ ഭിന്നിപ്പിക്കാനായിട്ട് പിശാച് എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഐക്യതയും സ്നേഹവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് മനഃപൂർവ്വം ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലും അപ്പനും അമ്മയും മക്കളും, അമ്മായിയപ്പനും അമ്മായിയമ്മയും, മരുമകനും മരുമകളും, നമ്മുടെ സഹോദരനും നമ്മുടെ സഹോദരിയും എല്ലാം തമ്മിലുള്ള ഐക്യതയ്ക്കും സ്നേഹത്തിനും വിള്ളലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളത് ഒരുക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും ഐക്യതക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ സഭയിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ, ഐക്യതയും സ്നേഹവും ഉണ്ടെങ്കിൽ അത് സൊസൈറ്റിയിലേക്ക് പകരും. മനസ്സിലായോ? അത് പകരും, അത് പുറത്തോട്ട് പകരും. നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവും, സമാധാനം ഉണ്ടാക്കുന്നവരാണ് നമ്മൾ, സ്നേഹമുള്ളവരാണ് എന്നുള്ളത് നമ്മളെക്കുറിച്ച് മനസ്സിലാകും. കർത്താവ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. 24-ാം വാക്യം, താൻ അവരെ കൊണ്ടുപോകുവാൻ വരുമെന്ന് നേരത്തെ യേശു പറഞ്ഞിരുന്നു. ഇവിടെ ഇതേ ആഗ്രഹം തന്നെ ദൈവത്തോട് പറയുന്നു. ആദ്യം മുതലുള്ള തൻ്റെ മഹത്വം തൻ്റെ ശിഷ്യർ കാണണമെന്ന് യേശു ആഗ്രഹിച്ചു. 25-ാം വാക്യത്തിൽ, ലോകത്തിൽ ദൈവത്തിന് അറിഞ്ഞുകൂടാ, എന്നാൽ ക്രിസ്തു അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നത് മനുഷ്യർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുവാനായിട്ടാണ്. പ്രത്യേകിച്ച് തൻ്റെ അടുത്ത ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് അവരും അറിഞ്ഞിരിക്കുന്നുവെന്ന് യേശുവിന് ധൈര്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു. 26-ാം വാക്യം, ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും എന്ന് യേശു പറഞ്ഞു. പരിശുദ്ധാത്മാവിലൂടെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹം നമ്മിൽ വസിക്കുന്നതിനും യേശു തന്നെയും നമ്മിലാകേണ്ടതിനും പരിശുദ്ധാത്മാവിലൂടെ യേശു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറന്നതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ അറിയാനായിട്ട് സാധിച്ചത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം പകരുന്നത്. ഈ ദൈവസ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് നമ്മളിലൂടെ പകരപ്പെടേണ്ടത്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എത്ര പേർക്ക് ഉറപ്പുണ്ടത്? യേശു, എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ ജോലി ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ തുടരുന്നതും പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ സന്ദേശം ഇന്ന് അവസാനിക്കുമ്പോൾ ഒറ്റ സെൻറ്റൻസ് എനിക്ക് പറയാനുള്ളൂ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യൂണിറ്റി ആൻഡ് ലവ് കാത്തു സൂക്ഷിക്കുക. അടുത്തിരിക്കുന്ന ആളോട് സ്നേഹത്തിൽ പറ, യൂണിറ്റി ആൻഡ് ലവ് കാത്തു സൂക്ഷിക്കാം. നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ യൂണിറ്റിയും ഐക്യതയും സ്നേഹവും കാത്തു സൂക്ഷിക്കുവാനായിട്ട്. നമ്മുടെ കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും കാത്തു സൂക്ഷിക്കാനായിട്ട്, നമ്മുടെ സഭയിൽ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഐക്യതയും സ്നേഹവും കാത്തു സൂക്ഷിക്കുവാനായിട്ട്, അത് സമൂഹത്തിലേക്ക് പകരപ്പെടുവാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.